മാൾ ഓഫ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെറൈറ്റീസ് ഓഫ് സെക്കുലൻസിനെ പറ്റിയാണ്. നാല് വെറൈറ്റീസ് ഓഫ് സെക്കുലിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഗാസ്റ്റേറിയ സെക്കുലൻറ്റ്, സെക്കൻഡ് വൺ സീബ്ര ഹവേത്തിയ സെക്കുലൻറ്റ്, ഇത് നമ്മുടെ എച്ചീവര സെക്കുലൻറ്റ്. പിന്നെ വേറൊരു വെറൈറ്റിയാണ് അലോയി സെക്കുലൻസ് എന്ന് പറയും. ഗാസ്റ്റീരിയ സെക്കുലിനെ പറ്റി കൂടുതൽ പരിചയപ്പെടാം. ഇതിൻ്റെ ഇലകൾ നല്ല കട്ടിയുള്ളതും പച്ച നിറത്തിലുള്ളതും അതിലൊരു വെള്ളക്കുത്തുമായുള്ള ഇതിലാണ് അതിൻ്റെ ലീഫ് വരാറ്. ഇതിനെ ഓക്സ്റ്റങ് പ്ലാന്റ്സ് എന്നൊന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. വെച്ചാൽ ഇൻഡോറിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇൻഡോറിൽ നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വേണം നമ്മളിത് വെക്കേണ്ടത്. ഇതിൻ്റെ വാട്ടറിങ് വെച്ചാൽ മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ്. അതുകൊണ്ടാണ് ഇതിന് ഈസി മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇതിൽ നിറയെ ബേബീസ് ഇങ്ങനെ റൂട്ടിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ ബേബീസ് വെച്ചിട്ട് വലുതാക്കി എടുക്കാം. നമുക്ക് ഈ സെക്കുലൻസ് സെറ്റ് ചെയ്തെടുക്കാം. നല്ല ഡ്രൈനേജ് ഉള്ള മണ്ണിൽ വേണം സെറ്റ് ചെയ്യാൻ. പിന്നെ ഇത് നമുക്ക് ഒരു ഫ്ലവറിങ് കൂടിയാണ് ഈ സെക്കുലൻസ്. പിങ്ക്, ഓറഞ്ച് ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ കാണാറ്. ഇതും അതുപോലെ മറ്റൊരു മനോഹരമായ സെക്കുലൻ്റാണ് സീബ്ര സെക്കുലൻറ്റ്. ഇതിൻ്റെ പേര് സീബ്ര എന്ന് വരാൻ കാരണം ഇതിൻ്റെ ഇലകൾ നല്ല വൈറ്റ് ലൈൻസ്, സീബ്രേൻ്റെ ഒരു ആകൃതിയിലായതുകൊണ്ടാണ് ഇതിന് അങ്ങനത്തെ ഒരു പേര് കിട്ടാൻ കാരണം. ഇത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇൻഡോർ പ്ലാന്റായിട്ട് നമുക്ക് ടേബിൾ ടോപ്പിലും നമ്മുടെ ഡെസ്ക് ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. മെയിൻ്റനൻസ് കുറവാണ്. എന്നുവെച്ചാൽ ഡ്രൈ ആകുമ്പോൾ മാത്രം നമുക്ക് നനവ് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ കൂടുതൽ ബേബീസ് ഇതിൻ്റെ അടിഭാഗത്ത് തന്നെ ഉണ്ടാവും. നമ്മുടെ വേറൊരു വെറൈറ്റി സെക്കുലൻ്റാണ് എച്ചീവര സെക്കുലൻറ്റ്. ഇതിൽ നല്ല ജലസംഭരണ ശേഷിയുള്ള ഒരു സെക്കുലൻ്റ് കൂടിയാണ് ഇത്. നമുക്ക് ഇതിന് പല കളേഴ്സിലും കാണാൻ പറ്റാറുണ്ട്. പച്ച, നീല, പിങ്ക് കളേഴ്സിലാണ് നമുക്കിത് കാണാൻ വരാറുള്ളത്. പിന്നെ ഇത് ഇൻഡോറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെക്കുലൻസ് ആണ്. നല്ല വെളിച്ചമുള്ള ഏരിയയിൽ വേണം ഇത് വെക്കാൻ. ഇതിൻ്റെ ഡ്രൈനേജ് വെച്ചാൽ നല്ല ഡ്രൈനേജുള്ള മണ്ണിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ. നമുക്ക് അതാണ് ഇതിന് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ തുടക്കക്കാർക്കൊക്കെ നല്ല പറ്റിയ പ്ലാന്റ്സ് ആണ്. ഇത് അധികം വെള്ളം ആവശ്യമില്ലാത്തതാണ്. പിന്നെ സാധാരണമാതിരി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വെച്ചാൽ ലീഫ് വെച്ചിട്ട് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ അലോവേര സെക്കുലൻറ്റ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല കട്ടിയുള്ള ലീഫും ഇതിൻ്റെ ഉള്ളൊരു ജെല്ലും അടങ്ങിയിരിക്കുന്നതാണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഇതും സാധാ സെക്കുലൻസിന് അങ്ങനെ ഡ്രൈനേജ് ഉള്ള മണ്ണിലാണ് നടാൻ പറ്റുക. ഇതിന് വാട്ടറിങ്ങും ലോ വാട്ടറിങ് ആണ്, മെയിൻ്റനൻസ് കുറവുള്ളതാണ്. ഇതിന് പല ടൈപ്സിൽ നമുക്കിത് അലോവേര, ടൈഗർ അലോയി ആ ടൈപ്പിലൊക്കെ നമുക്ക് പ്ലാന്റ്സ് കാണപ്പെടാറുണ്ട്. ഇതേപോലെ നല്ല ഭംഗിയുള്ള സെറാമിക് പോട്ട്സിലൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം.